ചേട്ടാ ചേട്ടൻ ആവശ്യമില്ല ചേട്ടാ സുഹൃത്ത് ഓടിയല്ലേ സുഹൃത്ത് ഒരു വലിയ കാര്യമാണ്, അസാധ്യമെന്ന് കരുതിയൊരു കാര്യമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ഇതിൽ വലിയൊരു പങ്ക് വയ്ക്കാനും നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്? എനിക്ക് ആദ്യം പറയാനുള്ള എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത്. ഞാനിത് ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത്, കുറച്ച് യാത്ര. ഞാനിത് തുടങ്ങുമ്പോൾ 2,40,00,000 ഇവിടെ ഫണ്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം പല സംഘടനകളും മനുഷ്യ സ്നേഹികളൊക്കെ ഇത് പ്രവർത്തിച്ചു. ഓച്ചിയ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു. എല്ലാവരുടെയും ഫലമായിട്ട് പെട്ടെന്ന് ഈ 34 കോടി എത്തിച്ചേരാൻ സാധിച്ചു. അത് ആദ്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും, കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രവർത്തിച്ചു കാണിച്ചു. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അബ്ദുറഹീമിനെ ജീവനോടുകൂടെ എത്തിച്ച് ആളുടെ ഉമ്മയെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ്. എന്നിട്ട് ഉമ്മയുടെ അടുത്ത് പോകാമെന്ന് വെച്ചു. ആദ്യം പലരും അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പോയി കണ്ണുനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണണ്ടേ, ജീവനോടെ കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ഓച്ചിയ ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത്, അദ്ദേഹത്തോട് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ. ഒരു ജീവിത മാർഗത്തെക്കുറിച്ച് ഒരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചെ ടീ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതിപ്പോൾ ഇനി മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതിൽ വരുന്ന ഫണ്ട് അബ്ദുറഹീമിന് ഷോർട്ട് വരികയാണ്. ഇപ്പോൾ 1 കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, ഇതങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് ഇദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ബോച്ചേറ്റിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. അത് ഞങ്ങൾ ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ബോച്ചേറ്റി. അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ സമ്മാനവും 15,000 പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല, നന്ദി മാത്രമേ മലയാളികളോട് പറയാനുള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു. ഇത് വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഇതിന് ഫണ്ട് കൊടുക്കരുത്, ഓൾറെഡി അത്രയും ജയിൽ മോചിതനായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി. വീണ്ടും ഇന്നേക്ക് വളരെ കോൺഫിഡൻ്റ് ആയി എല്ലാവരോടും ഉണ്ടാക്കും. ഓക്കെ, എല്ലാവരും കാത്തിരുന്ന ഒരു സുവർണ നിമിഷമാണ് ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ മോചനം. അതാണ് നമ്മളൊക്കെ ലക്ഷ്യം വെച്ചത്. 34 കോടി രൂപ ആണ് ബെഡ് മണിയായിട്ട് അതൊരു ചാലഞ്ചായിട്ട് തന്നെ അത് ഏറ്റെടുക്കുവാൻ സൗദിയിലെ റിയാദിലെ ഉണ്ടായിട്ടുള്ള റിയാദിലെ സന്നദ്ധ സംഘടനകൾക്ക് ഇസ്രഫിൻ്റെ എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനയും കൊണ്ട് യോജിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമുണ്ടാക്കി അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും അത് എല്ലാ മലയാളികളും അത് ഏറ്റെടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഒരു അനുകമ്പയുടെ ഒരു ഉദാഹരണമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ നാട്ടിൽ വരാം. ഏതാണ്ട് പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന സാധിക്കുന്നു. എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ഞാനുള്ളത്. പിന്നെ ഇതിനൊക്കെ മുന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. സന്നദ്ധ
സംഘടനകളിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ, മതനേതാക്കന്മാരും അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ഭാഗം അവരൊക്കെ തന്നെ തയ്യാറായി. ഈ സന്ദർഭത്തിൽ നമുക്ക് ബാബിനോട് അതിൻ്റെ നന്ദി അറിയിക്കാം. പിന്നെ അഷ്റഫ് വേങ്ങാടും അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ളതിൻ്റെ സഹായങ്ങളൊക്കെ ഇതിൻ്റെ ആപ്പ് ഒക്കെ നൽകിയത് സമീറാണ്. അങ്ങനെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇതിനെ ജനകീയമാക്കുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട സംഘടനകളുടെ ആ പ്രഖ്യാപനം സാധിച്ചു. അദ്ദേഹം കേരളം മുഴുവൻ പ്രചരിച്ചുകൊണ്ട് ഇതിനുവേണ്ടിയുള്ള ആഹ്വാനം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഇതിനൊക്കെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ പ്രവർത്തനം സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ റിയൽ കേരള സ്റ്റോറി, ഇതാണ് എന്നൊക്കെ പറയുകയാണ്. എല്ലാവരുടെയും കണ്ണ് തുറക്കുന്ന ഒന്നാണ്, മനസ്സ് സമാധാനിപ്പിക്കുന്ന ഒന്നാണ്, കണ്ണ് നിറക്കുന്ന ഒരു സ്റ്റോറിയാണ് വാസ്തവത്തിൽ അബ്ദുറഹീമിൻ്റെ ഹിസ്റ്ററി. ഈ ലക്ഷ്യം നേടുന്നതിൽ ഗോപിയുടെ ഇടപെടൽ അത് വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ മീഡിയസിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഓർഗനൈസ് ചെയ്ത് ഈ ഗോപിയേക്കു നടത്തിയ എന്താ പേരിട്ട് അത് വളരെയധികം അതിനെ സംഖ്യ വരാതിരിക്കുകയാണ്. എന്ത് നല്ലത് ചെയ്താലും ഒരു ചീത്തപ്പേര് വരുമല്ലോ. ഇപ്പൊ തന്നെ ചെറുതായിട്ട്, അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി, അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ബക്കറ്റ് പിരിവ് നടത്തി കാശ് കുറെ അടിച്ചു മാറ്റണമെന്ന് വന്നു. അപ്പൊ തന്നെ ഞങ്ങൾ പിരിവ് നിർത്തി. പിന്നീട് അബ്ദുറഹീമിന്റെ സേവ് അബ്ദുറഹീമിന്റെ ആപ്പിലേക്കും ഉമ്മാന്റെ ഫാത്തുവിന്റെ GPay അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കും എന്ന ദൗത്യമാണ്. ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം. പക്ഷേ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചീത്തപ്പേര് വരുന്നതൊക്കെ പിന്നെ സാറിൽ എന്ത് ചെയ്താലും വരും, കുഴപ്പമില്ല. അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി വരുത്തിയതാണ്. അഡ്വാൻസ് ജാമ്യം എടുത്താണ് ടീം തങ്ങളിവിടെ പറഞ്ഞതുപോലെ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അഷ്റഫ് വേങ്ങാട്, അതുപോലെ അതിൻ്റെ എല്ലാ സ്കൂട്ടറിയും നടത്തുന്ന പിന്നെ സമീർ, അവരും ട്രാൻസ്പെറൻ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ നടക്കും. അതിന് ലോക്കലായിട്ടുള്ള കമ്മിറ്റികൾ വളരെ പെർഫെക്റ്റാണ് കമ്മിറ്റികൾ. ഒരു സപ്പോർട്ടും കൂടെ വേണം. ഇന്നിപ്പോൾ രാത്രി 9 മണിക്ക് ഫറൂഖ് പഴയ പാലത്തിൻ്റെ അവിടെ മിനിസ്റ്റർ റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച്. അത് ഓൾറെഡി പ്രോമിസ് ചെയ്തുകൊണ്ട് അത് മാറ്റുന്നില്ല. 15-ാം തീയതിയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ ഒരു കടയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. 9 മണിക്കാണ് സൗകര്യമുള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട്. കട ആളുടെ സൗകര്യം നോക്കിയിട്ട് എവിടെയാണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോഞ്ചിന്റെ ആദ്യത്തെ കടയല്ലേ അപ്പോൾ അവിടെ 9 മണിക്ക് റിയാസ് മിനിസ്റ്റർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ പാലത്തിന്റെ അവിടെയാണ്. അപ്പോൾ കഴിയാവുന്നതാണ്. അത് ഈ ചലഞ്ച് അത് ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ വേണ്ട. അത് വിജയിച്ച് മുമ്പോട്ട് പോയിക്കോട്ടെ. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ആളിനി വന്നിട്ട് ഇനിയിപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കണ്ടല്ലോ. തിരിച്ച് ഇനി സൗദിക്ക് തന്നെ പോകണ്ടല്ലോ. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരിച്ചാൽ അതുണ്ട്. വളരെയധികം അത് മലയാളികളെ കാണി. പല കളറിലേക്ക് പച്ച കുറവുണ്ട്. അതങ്ങളെ ചെക്ക് നമ്മുടെ ഞാൻ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത 1 കോടി രൂപ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ്. ഇത് അന്ന് വന്ന് കൊടുക്കാൻ നേരം കിട്ടിയില്ല. തെണ്ടല് തുടങ്ങിയോണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അവസാന ദിവസം വന്നിട്ട് കൊടുക്കാൻ ഇത്